ചേട്ടാ எங்க ஊர் எங்கன்னா இதே ஊர் தான். பார்த்துட்டு இருக்கேன் என்ன சம்பவிச்சது இந்த பார்த்துட்டு இருக்கேன். எவ்வளோ ஆள் வந்துட்டு இருக்கு எந்த கூட்டம் வந்துருக்கீங்க? 1,00,000 பேர் இருக்கும். 1,50,000 2 லட்சம் பேர் இருக்கும். 2 ലക്ഷം പേർക്ക് സാപ്പാട് പാനി എതുമേ ഇല്ല. അത് വിജയ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞാൽ വിജയ് വെള്ളം കൊടുക്കും എന്ന് പറയുന്ന ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതായത് ഒരു 500 പോലീസോ 1000 പോലീസോ വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റിയ ജനാവലി ആയിരുന്നില്ല പങ്കെടുത്തത്. കാരണം ഈ 4 വരി പാത എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ 4 വരി പാതയിൽ കൊള്ളുന്ന ജനങ്ങൾക്ക് ഒരു നിശ്ചിത അളവുണ്ട്. ഇപ്പോൾ തന്നെ ഈ വാർത്ത അറിഞ്ഞ് വന്ന മാധ്യമ പ്രവർത്തകരും ഈ നാട്ടുകാരും ഈ വാഹനം കൂടി ആവുമ്പോൾ തന്നെ ഈ നാടിൻ്റെ ഒരു വേദി നമുക്ക് മനസ്സിലാവുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്, അത് സുവ്യക്തമാണ്. കാരണം ഈ ഇപ്പോഴുള്ള ഗതാഗത കുരുക്കും ഒരു 10,000 ആളുകൾക്ക് പോലും അനുമതി കൊടുക്കാനുണ്ടായിരുന്ന സാഹചര്യം ഇല്ല എന്ന് വ്യക്തമായി തന്നെ പറയാം. 10,000 പേർ നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് പൂജപ്പുര ഗ്രൗണ്ട് ആയാലും അല്ലെങ്കിൽ കോഴിക്കോട് മറ്റു മൈതാനങ്ങളായാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര പേർ പങ്കെടുക്കാൻ പറ്റും. ഇതങ്ങനെ മൈതാനവും പോലുമല്ല, ഒരു റോഡാണ്. കാരണം പ്രധാനപ്പെട്ട ദേശീയപാതയുടെ ഭാഗമായി നിൽക്കുന്ന റോഡാണ്. ആ റോഡിൽ ഇങ്ങനെ വിജയ് വരുന്നു. അതാണ് എടുത്തു പറയേണ്ട കാര്യം. വിജയെ പോലെ ഒരു രാഷ്ട്രീയക്കാരനുപരി ഒരു സിനിമാ നടൻ വരുമ്പോൾ ആൾക്കാർ തടിച്ചുകൂടും എന്നുള്ള സ്വാഭാവികമായ നടപടിയാണ്. നമ്മൾ വീണ്ടും പറയുന്നത് വെച്ചാൽ ഈ വിഷയത്തിൽ ചേട്ടാ எப்போ வந்துட்டு இருக்கு? இந்த அவர் 11 மணிக்கு வரேன்னு சொன்னார். ஆமாம், அவர் வந்தது 7:10 தான் வந்தார். அதனால கூட்டம் நெரிசல் அதிகமாகிடுச்சு. അത് പോലീസ് പറയുന്ന മറ്റൊരു ആർഗ്യുമെന്റ്, അത് പോലീസിന്റെ നിലപാട് എന്താ വെച്ചാൽ വിജയ് പറഞ്ഞ സമയത്ത് എത്തിയില്ല, വിജയ് വൈകി വന്നാണ് ഇത്രയും വലിയൊരു അപകടത്തിന് കാരണം എന്നൊരു ആർഗ്യുമെന്റ് കൂടി പോലീസിന്റെ ഭാഗത്ത് ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു സർക്കാർ. സ്റ്റാലിൻ വന്ന് രാത്രിക്ക് ഒരു കാര്യം ആളുകളോട് ചോദിക്കുകയും പോലീസ് പറയുന്ന 500 പേരുണ്ടെന്നാണ് നേരത്തെ DGPയുടെ. വേണ്ടത്ര പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ആള് കൂടുന്നതിനനുസരിച്ച് പോലീസ് സേനയുടെ എണ്ണം കൂടിയിരുന്നു. അങ്ങനെ ആളുകൾക്ക് അറിയാമോ കാര്യങ്ങൾ? പ്രധാനമായ ചോദ്യമാണ്, വേണ്ടത്ര പോലീസ് ഉണ്ടായിരുന്നോ? DGP ഉൾപ്പെടെ പറഞ്ഞത് 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു, വേണ്ടത്ര പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നാ. 500 പോലീസ് ഇൻസ്പെക്ടേഴ്സ് 600 പോലീസ് இருந்தாங்க. 600 போலீஸ் இருந்தாங்க. 600 போலீஸுக்கு கூட்டம் வந்துட்டே இருக்கு. போலீஸ் வந்துட்டே தான் இருந்தது. അതായത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ പരിക്കേറ്റിട്ടുണ്ട്. അത് നിലവിൽ 51ഓളം പേർക്ക് എന്തോ ഗുരുതര പരിക്ക് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അത് ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിനും നിയന്ത്രിക്കുന്നതിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് വസ്തുത. അതായത് പോലീസിന് ഒരു കാരണവശാൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കാരണം നമ്മളാണ് ആദ്യം മലയാള വാർത്താ പോലീസും വന്നുകൊണ്ടിരുന്നു എന്നാണ്. 1000 പോലീസ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പോലീസ് അത്രമാത്രമൊക്കെ ഉണ്ടായിരുന്നോ? സത്യമാണോ? ആ വേദിക്ക് മുകളിലേക്ക് ആളുകൾ കയറുന്നു. അതുപോലെ തന്നെ അതെ, അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. പോലീസും ഉണ്ടായിരുന്നു, പക്ഷേ പോലീസിന്റെ കൺട്രോളിലും പോലീസിന്റെ നിയന്ത്രണത്തിലും ഉള്ളതിനേക്കാൾ ആളുകൾ കൂട്ടം കൂട്ടുന്നതാണ്. கூட்டம் அதிகமாக வர கூட்டம் அதிகமாச்சு. அங்கிருந்தே மேலே கையாட்டி வந்திருந்தானே கூட்டம் இருந்து പോലീസ് കൺട്രോൾ ഈ ജനക്കൂട്ടം കൂടുതലായി വന്ന സമയത്ത് ഈ 7 മണിക്കൂർ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ജനക്കൂട്ടം. അപ്പൊ ഈ തുടക്കത്തിൽ തന്നെ നമുക്കൊരു സാഹചര്യം കാണുമ്പോൾ തീർച്ചയായും ഇവർക്കൊക്കെ മനസ്സിലാകും ഇത് ഇത്രയും അധികം തിരക്കുണ്ടാവുമെന്നും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് കൂടുതൽ സേന ആവശ്യമുണ്ടെന്നും സംവിധാനങ്ങൾ വേണമായിരുന്നു. ആശുപത്രിയുടെ മുമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മൃതദേഹങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നു, ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ്. ഏറ്റവും സങ്കടകരമായ കാഴ്ചകളിലൂടെയാണ് തമിഴകം കടന്നു പോകുന്നത്. ഇന്നലെ രാത്രി ആരംഭിച്ച ഈ ദുരന്ത കാഴ്ച അത് തുടരുകയാണ്. ആ പരിസരത്ത് മുഴുവൻ ചിതറിക്കിടക്കുന്ന ചെരുപ്പുകളും ഒക്കെയാണ് മുഴുവൻ കാണാൻ കഴിയുക. നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീധരൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഫ്ലക്സുകളൊക്കെ മിനിറ്റ് വെച്ച് അവിടുന്ന് അഴിച്ചുകൊണ്ടുപോയി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരുന്നു. TVKയുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ള പ്രാദേശിക തലത്തിൽ ചുമതലയുള്ള ആളുകളെങ്കിലും അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഈ നിമിഷം വരെ ആരുടെയും ഭാഗത്തുനിന്ന് പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു നിൽക്കാനേ കഴിയില്ല എന്നാണ്. ഒരിക്കലും കഴിയില്ല. സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നുപരി നേരത്തെ അരുൺ പറഞ്ഞതുപോലെ, ഹരീഷ് പറഞ്ഞതുപോലെ ഒരു താരമാണ്, സൂപ്പർ താരമാണ്. സൂപ്പർ താരങ്ങൾക്ക് തമിഴകം കൊടുക്കുന്ന ഒരു വില അത് വിജയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരുന്നു.
അല്ല, വിജയ്ക്ക് അറിയാം വിജയുടെ പരിപാടിക്ക് ഇത്രയധികം ആളുകൾ വരുമെന്ന കാര്യം അറിയാം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രാദേശിക തലത്തിൽ പാർട്ടിയിൽ ചുമതല വഹിക്കുന്ന ആളുകളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും സർക്കാരിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കറണ്ടില്ല അല്ലെങ്കിൽ വേണ്ട സ്ഥലം ഒരുക്കിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ എന്ത് ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് ഒരുക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ്. ഒരു പാർട്ടിക്ക് ഒരു കൃത്യമായ ഒരു പൊതുസമ്മേളനം പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത പാർട്ടിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഒരു DMK-ക്കെതിരെ സർക്കാർ നിബന്ധന വെച്ച സമയത്ത് ദിവിഷ് അത് സമ്മ കോമഡി എന്നാണ് വിജയ് പറഞ്ഞത്. വലിയ തമാശയാണ്. കാരണം തിരിയാൻ പാടില്ല, മറിയാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് വലിയ തമാശയായി തോന്നുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വലിയ ട്രാജഡിയായി മാറി. ഒരു തമാശയായി കാണേണ്ടതായിരുന്നു വിജയ് എന്ന് ചോദിക്കേണ്ടതുണ്ട്. അല്ല, ഇത്തരം സംഭവങ്ങളിൽ അധികൃതർ അനുമതി കൊടുക്കാത്ത നമ്മുടെ നാട്ടിലാണെങ്കിലും പലപ്പോഴും ഇത്തരം സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിയാണ്. അത് വേണ്ട വിധത്തിൽ പാലിക്കാൻ ഇതിന്റെ സംഘാടകരൊക്കെ തയ്യാറായില്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക്